മോദിയുടെ പ്രസംഗം കഴിഞ്ഞ് 48 മണിക്കൂറിലേക്ക് എത്തുകയാണ്. ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനങ്ങിയിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. എന്തു തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇനി നരേന്ദ്രമോദി പ്രസംഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കരുത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നരേന്ദ്രമോദിയെ പ്രചരണത്തിൽ നിന്ന് വിലക്കണം. അത് മുൻകാല പ്രാബല്യത്തോടെ വിലക്കേണ്ടതായിരുന്നു. മുമ്പ് പാകിസ്ഥാന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ ഒരു ഇടപെടലുണ്ടായി എന്ന് വ്യാജം പറഞ്ഞ നാൾ മുതൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് സംസാരിക്കുന്നതിൽ നിന്ന് നരേന്ദ്രമോദി അയോഗ്യനായിരിക്കുന്നു. രണ്ട്, വിഷം വമിപ്പിക്കുന്ന വാക്കുകൾ ആദ്യമായിട്ടല്ല BJP-ക്കാർ നമ്മുടെ നാട്ടിൽ പറയുന്നത്. നരേന്ദ്രമോദി പറയുന്ന എല്ലാ കാര്യങ്ങളും വിചാരധാര എന്ന പുസ്തകത്തിലുള്ളതാണ്. RSSൻ്റെ സർസംഘചാലകർ എഴുതിയ പുസ്തകത്തിൽ ഈ പറയുന്ന പോലെ നുഴഞ്ഞുകയറ്റക്കാർ, മറ്റൊരു കാര്യം കൂടുതൽ കുട്ടികളുണ്ടാകുന്നവർ. ഗുജറാത്ത് വംശഹത്യയിൽ 13,000 ആളുകളെ കൊന്ന ശേഷം അവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടാക്കിയപ്പോൾ ആ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്താനോൽപാദന ഫാക്ടറികളാണ് എന്ന് പ്രസംഗിച്ചു കിടന്ന ആളുകളാണ് ഇവിടുത്തെ സംഘപരിവാരം. ഇവരുടെയൊക്കെ വിദ്വേഷത്തിൻ്റെ നാവിൻ്റെ മൂർച്ച നമ്മുടെ നാട്ടിൽ എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നു എന്ന കാര്യം നമുക്കറിയാം. പ്രശ്നം അതല്ല. ഇവിടെ ആരുടെയെങ്കിലും സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നുണ്ടോ? ഉണ്ട്. അത് ഹിന്ദുക്കളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നുണ്ട്, മുസ്ലിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നുണ്ട്, ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷം മനുഷ്യരുടെയും സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നുണ്ട്. ആ യാഥാർത്ഥ്യമാണ് കോൺഗ്രസും BJP-യും തമ്മിലുള്ള തർക്കത്തിൽ ഇല്ലാതെയായിത്തീരുന്നത്. ഈ ചർച്ച എന്തിനാണ് കോൺഗ്രസും BJP-ക്കും സഹായകരമാകുന്നത്? ഒരു കൂട്ടർ മുസ്ലിമിന് വേണ്ടി, ഒരു കൂട്ടർ ഹിന്ദുക്കൾക്ക് വേണ്ടി. ഈ ആഖ്യാനമാണ് മോദി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി രണ്ട് കൂട്ടരും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. വയനാട്ടിൽ ആ കൊടിയെടുത്ത് താത്ത് മടിയിൽ കെട്ടിവെച്ചാലും മടിയിൽ ഒളിപ്പിച്ച് വെച്ചാലും മോദി പറയാനുള്ളത് മോദി പറഞ്ഞു തന്നെ പോകും. അവരുടെ വർഗീയത അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് സ്വന്തം കൊടിയും ലീഗിന് സ്വന്തം കൊടിയും മാറ്റിവെക്കേണ്ടി വന്ന ദുർഗതി, ആ ദുർഗതി വെറുതെ ആയിപ്പോയി എന്നുള്ളതാണ് ഈ പ്രസംഗം തെളിയിക്കുന്നത്. ഇതല്ല, ഇതിനപ്പുറം പറയുന്നൊരു മോദിയും BJP-യുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്താണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിലുള്ള യഥാർത്ഥ അവസ്ഥ? പട്ടിണി സൂചികയിൽ ഇന്ത്യ 111 സ്ഥാനത്തായി. അത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണോ? അതല്ലേ കോൺഗ്രസ് പറയേണ്ടത്? അതെന്താ കോൺഗ്രസ് പറയാത്തത്? ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം അതാണ്. പട്ടിണി സൂചികയിൽ ഇന്ത്യ രാജ്യം 111 സ്ഥാനത്തായി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രീണനം എന്നുള്ളത്. ഞങ്ങൾക്കില്ല, മുസ്ലിം പ്രീണനമില്ല, ഞങ്ങൾക്ക് ന്യൂനപക്ഷ പ്രീണനമില്ല എന്ന് BJP പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നത് BJP-യാണ്. ആരാണ് ആ ന്യൂനപക്ഷം? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് മുതലാളിമാർ. കോർപ്പറേറ്റ് ടാക്സ് കോവിഡിൻ്റെ മറവിൽ ഇളച്ചു കൊടുത്തത് ആരാണ്? ആ 33% ടാക്സ് 22% വെട്ടിക്കുറച്ചിട്ട് കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ തിരിച്ച് ടാക്സ് ആക്കിയോ? ഇന്ത്യ രാജ്യത്തെ ബാങ്കുകളിൽ, പൊതുമേഖലാ ബാങ്കുകളിൽ കിടന്ന് എത്ര ലക്ഷം കോടി രൂപയാണ് കോർപ്പറേറ്റുകൾക്ക് ഇളവായി കൊടുത്തത്, കിട്ടാക്കടമായിട്ട് എഴുതി തള്ളിയത്? പ്രീണനമല്ലേ? ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചത് എന്താണ്? കോവിഡിന് മുമ്പ് ഇന്ത്യ രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ എണ്ണം 100 ഇന്ന് ശതകോടീശ്വരന്മാരുടെ എണ്ണം മോദിയുടെ ഭരണം ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ 166 ഇപ്പോൾ അവസാനത്തെ റിപ്പോർട്ട് 252. ഇതല്ലേ രാജ്യത്ത് നടക്കുന്ന കൊള്ള, താലിമാല പറിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട പാവങ്ങളുടെയും താലിമാല പറിച്ച് അവർ ഗ്യാസ് കുറ്റി വാങ്ങേണ്ട ഗതികേടിലേക്ക്, കൃഷിക്കാരൻ വിളയിറക്കിയാലും രക്ഷപ്പെടാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ഈ യഥാർത്ഥ പ്രശ്നത്തെ അപ്പം പങ്കിടുന്ന കുറുക്കൻ്റെ രീതിയിലേക്ക് പങ്കിടുന്ന രീതിയാണ് കോൺഗ്രസും BJP-യും സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെയാണ് തർക്കം. ഈ കോർപ്പറേറ്റ് മുതലാളിമാരുമായി പങ്കിട്ട് ഇന്ത്യ രാജ്യത്തെ സമ്പന്ന കൊള്ള ചെയ്യുന്ന കോർപ്പറേറ്റ് മുതലാളിമാരിൽ അദാനി എന്ന് പറയുന്ന മുതലാളിയുടെ ഹിൻഡൻബർഗിൻ്റെ തട്ടിപ്പ് പുറത്ത് വന്നപ്പോൾ എന്താ കണ്ടത്? ഇന്ത്യ രാജ്യത്തിന് നികുതി കൊടുക്കുന്നില്ല. ഇത് നമ്മൾ പുറത്ത് കണ്ടില്ലേ? കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നു, നമ്മളിത് പുറത്ത് കണ്ടില്ലേ? അവരുടെ കയ്യിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചവർക്ക് എന്ത് ന്യായമാണ് ഈ കോർപ്പറേറ്റ് മുതലാളിക്കെതിരെ പറയാനുള്ളത്? ഇപ്പം ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും കൊള്ളയിടിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസും BJP-യും. അതിൽ അംബാനിയെ ഒരു കൂട്ടർ വളർത്തി, അദാനിയെ വേറൊരു കൂട്ടർ വളർത്തി. ഈ രണ്ടു കൂട്ടരും കോർപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടികളാണ്. രണ്ടു കൂട്ടരും പൊതുമേഖല വിൽക്കുന്നു. രണ്ടു കൂട്ടരും നമ്മുടെ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ തകർത്തവരാണ്, കൃഷിക്കാരെ തകർത്തവരാണ്, വാഗ്ദാനങ്ങൾ ലംഘിച്ചവരാണ്. മനുഷ്യ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന ഈ രണ്ട് രാഷ്ട്രീയക്കാരുടെയും പൊളിറ്റിക്സ് എന്താണ്? അതല്ലേ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി. ഇവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്,
നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. 252 എന്താണ്, ആരാണ് ചിരിച്ചത്? ആർക്കാ ഇത്ര ചിരി വന്നത്? 2000 കോടി രൂപ കോർപ്പറേറ്റുകളിൽ നിന്ന് ബോണ്ട് വാങ്ങിച്ചവരുടെ പൊട്ടിച്ചിരിയാണോ ഞാൻ കേട്ടത്? അത് ഡൽഹിയിൽ വെച്ച് കൊള്ളാം, ഇങ്ങ് പോരട്ടെ, AICC ഓഫീസിലേക്ക് ബോണ്ട് പോരട്ടെ എന്ന് പറഞ്ഞു. അതേ ആള് തന്നെ വയനാട്ടിൽ വന്നിട്ട് കൊള്ളയാണെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ സാർ, വീണ വിജയൻ ബ്ലാക്കായും വൈറ്റായും മേടിക്കുമ്പോ എങ്ങനെ കിട്ടാനാ ചങ്ങാതി? വീണ വിജയൻ ബ്ലാക്ക് ആയിട്ടും വൈറ്റ് ആയിട്ടും മേടിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇവിടെ BJPക്കെതിരെ പറയേണ്ടതിന് പകരം കോൺഗ്രസിനെതിരെ പറയുന്ന നിങ്ങളെയൊക്കെ എന്റെ സമയത്തല്ലേ ഈ സുഹൃത്ത് ആരുടെ സമയത്താണ്? ശരി, താങ്കൾ പൂർത്തിയാക്കൂ. അല്ല, ഈ സുഹൃത്ത് ആരുടെ സമയത്താണ് സംസാരിക്കുന്നത്? ഒരു ചർച്ചാ നിയമങ്ങളില്ലേ? ആ ചർച്ചാ നിയമങ്ങളിൽ മോദി നിയമം പാലിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ നിയമം മോദി പാലിക്കുന്നില്ല. ആ നിയമം പാലിക്കാത്ത കോൺഗ്രസ് എന്താ നിയമം പാലിക്കാതിരിക്കുന്നത്? 2000 കോടി രൂപയുടെ അഴിമതി, ഇലക്ട്രൽ ബോണ്ട് അഴിമതി കോൺഗ്രസ് പങ്കാളിയാണ്. രാഹുൽ ഗാന്ധിയെ പണം എണ്ണി വാങ്ങിയിട്ട് ഹെലികോപ്റ്റർ കയറി വയനാട്ടിൽ വന്നു എന്ന് ഞാൻ പറയുകയും ആ ഹെലികോപ്റ്ററിന് വാടക ഇലക്ട്രൽ ബോണ്ടിന്റെ പണം കൊണ്ട് മുടക്കിയിട്ട്, ഞാൻ പറയട്ടെ, മോദി നടത്തിയ വർഗീയ പ്രസംഗമാണല്ലോ നമ്മുടെ വിഷയം. ഈ വർഗീയതയ്ക്കെതിരെ പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ഈ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് ആരെ സഹായിക്കാനാണ്? അല്ല, ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പല്ലല്ലോ, ഇന്ത്യ മുന്നണിയിലെ യോജിപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ജനങ്ങൾ കാണുന്നത്. എന്തുകൊണ്ട് പൂർണ്ണ യോജിപ്പുണ്ടായില്ല? യോജിപ്പുണ്ടാക്കത്തിന് കാരണം എന്താണ്? അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് മോദിക്ക് നന്ദി പറയുന്നൊരു പ്രമേയം വന്നു. ആ പ്രമേയത്തിൽ UDF ഒരുമിച്ച് വന്നു. ശരി, ബഹുമാനപ്പെട്ട സ്മൃതി എന്നോട് ചോദിക്കുന്നത് എന്താണ്? ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പിനെ കുറിച്ചാണ്. ഞാൻ സ്മൃതിയോട് തിരിച്ചു ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ UDFിലെ യോജിപ്പിനെ കുറിച്ച് എൻ്റെ ചോദ്യം. UDF കേരളത്തിലെ മുന്നണിയല്ലേ? ആ മുന്നണിപ്പെട്ട ലീഗ് ആ പ്രമേയത്തിനെതിരെ ലോകസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ് ആ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? അല്ല, ഞാൻ പറയട്ടെ ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് തോണ്ടാൻ പറ്റുന്നത്? ചോദ്യം അതാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇതൊരു മുസ്ലിം പ്രശ്നമാക്കി ഉന്നയിക്കാൻ പറ്റുന്നത്? കോൺഗ്രസ് പാർട്ടിക്ക് അത് മുസ്ലിം പ്രശ്നമാണെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത് കോർപ്പറേറ്റ് പ്രശ്നമാണ്. ഇവിടുത്തെ തൊഴിലാളികളെയും കൃഷിക്കാരെയും ദ്രോഹിക്കുന്ന കൊള്ളയാണ് ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാർ നടത്തുന്നത്. അവരുടെ പങ്കുകാരാണ് കോൺഗ്രസും BJPയും. ആ കോൺഗ്രസ് പാർട്ടി 2004 മുതൽ 2009 വരെ ഇടതുപക്ഷം പിന്തുണച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ നയങ്ങൾ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. അതിന് മൻമോഹൻ സിംഗ് പറഞ്ഞ പേരെന്താണെന്നറിയാമോ? CAA വിഷയമാണല്ലോ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോദി അതിനേക്കാൾ കടുത്ത ചില കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ കോർപ്പറേറ്റുകളുടെ വിഷയം, അത് വിഷയം ചെറുതാണെന്ന് പറയുന്നില്ല, പക്ഷേ ഈ വർഗീയ വാദം അവിടെ ഉയരുന്ന ഘട്ടത്തിൽ ഈ രൂപത്തിലാണോ അതിനെ പ്രതിരോധിക്കേണ്ടതെന്ന് ചോദ്യം വരുന്നുണ്ട്. താങ്കളിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.